നെഞ്ചും വിരിച്ച് വിശ്വപ്രജാപതി പാർത്ഥിവൻ പതുങ്ങി നിൽക്കുന്നതല്ല, മുന്നേക്ക് വരാനുള്ളതിന് മുന്നോടിയായിട്ടുള്ള ഒരു ഒളിഞ്ഞു നോട്ടമാണ്. കണ്ടില്ലേ? പൂർണ്ണമായ ഉയരങ്ങളിലേക്കെത്തി അവൻ്റെ തേരോട്ടം തുടങ്ങിയിരിക്കുകയാണ്. ഓരോ തവണ കെട്ടുമ്പോഴും ഓരോരോ രീതിയിൽ വ്യത്യസ്തമാക്കുന്ന ആ ശില്പചാരുതയാണ്. തവണ ചക്രങ്ങൾ ഉരുട്ടാണ് വന്നതെങ്കിലും നമ്മുടെ സ്വന്തം തട്ടകത്തിൽ നമ്മുടെ പാർത്ഥസാരഥിയുടെ മണ്ണിൽ നമ്മുടെ പിള്ളേരെടുക്കുന്നതിനാൽ തോളിലേറ്റിയാണ് കൊണ്ടുവന്നത്. 2-2.5 കിലോമീറ്ററോളം തോളിലേറ്റി കൊണ്ടുവന്ന കാഴ്ച കാണാൻ നമ്മുടെ മുതുവിലാക്കാട് ക്ഷേത്രത്തിലേക്ക് നിങ്ങളൊന്ന് വരണം. അതൊരു വരവ് തന്നെയാണ് കേട്ടോ. ഓക്കെ, പണയിൽ ദേവീക്ഷേത്രത്തിൽ നമ്മുടെ മുതുവിലാക്കാട് പാർത്ഥിവനെ വലം വെച്ച് വന്നപ്പോൾ മാവിൻ്റെയും കുളത്തിൻ്റെയും ഇടയിൽ പെട്ടിരിക്കുകയാണ്. വളരെ മനോഹരമായി അതിനെ ഒതുക്കി മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. പാർത്ഥിവനെ പ്രാവശ്യം ഉരുട്ടാണ്. മുതുവിലാക്കാട് പാർത്ഥിവൻ വീല് വെച്ച് ഉരുട്ടുകയാണ്. അപ്പം നമുക്ക് കോട്ടാത്തറയിൽ നടത്ത ഇനി മുതുവിലാക്കാട് ക്ഷേത്രത്തിൽ നമുക്ക് കാണാം പാർത്ഥിവൻ്റെ തേരോട്ടം. അതുപോലെ എല്ലാവരും കുറ്റം പറയുന്നുണ്ട്, ഇതിന് ഉയരം കൂടുതലാണ്, വീതിയില്ല എന്നൊക്കെ. പക്ഷേ പാർത്ഥിവനെ കൊണ്ടുപോകാൻ ആ റോഡ് അത്രയും വീതിയേ ഉള്ളൂ. അത് കാരണം മാത്രമാണ് ആ വീതിയിലാണ് ചട്ടം പണിതിരിക്കുന്നത്. അതിൻ്റെ കണക്ക് നോക്കിയിട്ട്, കാരണം അതിൽ കൂടെ ചട്ടം വെച്ചാൽ അവിടെ കാള തിരിയത്തില്ല. അതാണ് അതിന് മെയിനായിട്ടുള്ള കാരണം. ഇപ്പോൾ നമുക്ക് മുൻപുള്ളതിനേക്കാളും കാളയ്ക്ക് ഹൈറ്റ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കഴിഞ്ഞ വട്ടത്തെ കൂട്ടല്ല ഇത്തവണ നല്ല ഹൈറ്റ് ഉണ്ട്. ഒരു തെങ്ങോളം ഹൈറ്റ് ഉണ്ട്. ആദ്യം പണിഞ്ഞപ്പോൾ ആ ഒരു ഹൈറ്റാണ് നമുക്ക് ഒരു വെല്ലുവിളിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വെല്ലുവിളിയൊക്കെ അതിജീവിച്ച് വളരെ മനോഹരമായിട്ട് അതിൻ്റെ പൂർണ്ണമായ ഉയരങ്ങളിലേക്ക് എത്തി നമ്മുടെ തേരോട്ടം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഉരുട്ടായതുകൊണ്ട് നിങ്ങൾ പറയും ഉരുട്ടയില്ലേ എന്ന് ചോദിക്കും. പക്ഷേ അതല്ല, നിങ്ങളത് മുതുവിലാക്കാട്ടേക്ക് വരിക. അവിടെ നമ്മളിതിൻ്റെ യഥാർത്ഥ കാഴ്ച കാണിച്ചു തരും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മുടെ പാർത്ഥിവനെ കണ്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. സങ്കീർണമായിരുന്ന ആ ഒരു ഭാഗത്ത് നമ്മുടെ ശില്പി രാജേഷേട്ടൻ വളരെ മനോഹരമായി അതിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ക്ഷേത്രത്തെ ഫ്രണ്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിലേക്ക് മെഴുകുതിരിയിൽ വിശ്വത്തിന് ഇതേപോലെയായിരുന്നു. ചേട്ടൻ്റെ കൺട്രോളായിരുന്നു ഫുള്ള് വന്നിരുന്നത്. ഇതിനേക്കാൾ ഇടുങ്ങിയ ഒരു സ്ഥലത്തോടെ ഇറങ്ങി വന്നതാണ്. ഓട് പോലും കൊണ്ടുവന്നതാണ്. പിന്നെ അതുപോലെയാണ് മാവിൻ്റെ കുളത്തിൻ്റെ ഇടയ്ക്കൂടെ കൊണ്ടുവന്ന് ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഏതാനും നിമിഷം ക്ഷേത്രത്തിന് ഫ്രണ്ടിലെത്തിക്കും. റബ്ബർ ടയറുകളാണ് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ടയറാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് വണ്ടി വളരെ മനോഹരമായ ഷോക്കപ്സർ ടൈപ്പിലാണ് വണ്ടി കണ്ട് പോകുന്ന പോലെ തന്നെ കുലുങ്ങി ആടി പറഞ്ഞാണ് നമ്മുടെ പാർത്ഥിവൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ നമ്മുടെ മുതുവിലാക്കാട് നമ്മുടെ സ്വന്തം നാട്ടിലെ ഉത്സവമാണ്. അവിടെ നമ്മൾ എടുത്തോണ്ടാണ് കഴിഞ്ഞത്. അത് 2-2.5 കിലോമീറ്ററോളം എടുത്തോണ്ടാവും കേട്ടോ. നമ്മുടെ പാർത്ഥിവനെ എടുത്തോണ്ടാണ് പോകുന്നത്. അവിടെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടോ എന്ന സംശയം ഇല്ല. നമുക്ക് കമൻറ്റ് ചെയ്തേക്കാം. കണ്ടോ ഓടിൻ്റെയും ആലിൻ്റെയും ഇടയ്ക്കൂടെ
പാർത്ഥിവൻ്റെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. പാർത്ഥിവിന് ഇപ്പം 52-53 അടിയോളം ഹൈറ്റ് ഉണ്ട് കേട്ടോ. തട്ടും കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പഴയ പാർത്ഥിവനല്ല, അടിപൊളി മാറിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. പാർത്ഥിവന് 52 അടിയിൽ കൂടുതലുണ്ട്, 53 അടിയോളം ഉണ്ട് കേട്ടോ. ഓക്കെ, ഒരു കുതിര ഈ കുതിര എത്ര അടിയാ? കുതിര എത്ര? കടവുര അതിനെത്രയുണ്ട്? ആ